ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ പ്രവാസികളുടെ മത്തിക്കറിയാണ് കേട്ടോ. മത്തിക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ നാട്ടിലെ പോലെ അല്ലല്ലോ. നമുക്കൊരു ഉള്ളിയും ഒരു തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രവാസികൾക്ക് മീൻകറിയായി രസമായി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. മത്തി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഫ്രഷാക്കി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉള്ളി, ക്യാപ്സിക്കം, പിന്നെ പൊടി ഐറ്റംസൊക്കെ നമുക്ക് റെഡിയാക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം. നേരെ നമുക്ക് ഉള്ളിയും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ, ബ്രൗണായി വെച്ച്. നാട്ടിലെ തേങ്ങ അരച്ച് വറുത്തരച്ചൊക്കെ ഇടണം. നമുക്കിത് ഇങ്ങനെയാണ് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് കഴിച്ച് ശീലമായതുകൊണ്ട് നമുക്കിങ്ങനെ തന്നെ മതി. രസം ഏകദേശം ഒരുപോലെ തന്നെ കേട്ടോ. ഇവിടെ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും മുളക് എല്ലാം വശക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മീൻ മസാല കുറച്ച് മഞ്ഞിട്ട് ഇവിടെ ഉള്ളവർക്ക്. കുറച്ച് തക്കാളി പേസ്റ്റ് കൂടെ ഞാൻ ഇടുന്നു കേട്ടോ. ഒന്ന് തിക്കാക്കുക. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പുളി ഇവിടെ പുഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പുളി കണ്ടില്ലേ? പുളി കണ്ടപ്പോഴേ വായന്ന് വെള്ളം വരുന്നുണ്ട്. ഒന്ന് തിക്കാക്കുക. കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിക്കുക. നമുക്ക് മത്തി പറക്കിയിട്ട് പോവുക. ഓക്കെ, തിക്കാവട്ടെ. ഞാനിവിടെ മത്തി ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോ മത്തിയായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് വേവും മത്തി. കാരണം വെച്ചാൽ ഇത് വേവ് കുറഞ്ഞ മത്തിയാണ്, ഒമാൻ മത്തിയാണ് കേട്ടോ. ഫ്രഷ് മത്തിയായിരുന്നു. ഇതൊന്ന് വേവട്ടെ. ഇത്തിരി വെള്ളം കൂടെ ഒഴിക്കേണ്ടി വരും. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആഹാ, മത്തിച്ചാറ് മണക്കിത് മലങ്കാറ്റ് കുളിരണ്. പാട്ട് കേട്ടില്ലേ? ഇത് വെച്ചപ്പോൾ എനിക്ക് ആ പാട്ട് ഓർമ്മ വരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മത്തി ഇത്തിരി വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മത്തിയുടെ പണി കഴിഞ്ഞു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പ്രവാസി മത്തിക്കറിയാണ്, നാട്ടിലെ പോലെ അല്ല. ഇതേപോലെ തന്നെ ഞാൻ രസവും ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.